നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതെവിടെ പോയി? ആഹാ, എന്റെ അടുത്ത് ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ഇത് ഒരുപാടുണ്ടല്ലോ ചേച്ചി. കണ്ടിട്ട് എന്റെ കണ്ണനെ മഞ്ഞളിക്കുന്നു. കണ്ണു വെക്കല്ലേ പ്രതാപ. പിന്നെ നീ ഇതൊന്നും പോയി പുറത്ത് വിളമ്പിയേക്കരുത്. എന്റെ ദൃഷ്ടി പതിഞ്ഞ ഐശ്വര്യ ചേച്ചി, ഇനി ഇവിടെ സ്വർണം കുമിഞ്ഞു കൂടുകയുള്ളൂ. അല്ലെങ്കിൽ ചേച്ചി നോക്കൂ. പിന്നെ ഞാനിതൊന്നും ആരോടും പറയാൻ പോകുന്നില്ല. ചേച്ചിക്ക് എന്നെ 100% വിശ്വസിക്കാം. ഇത് വല്ലാത്തൊരു കാഴ്ചയാണല്ലോ ചേച്ചി. ഇത് ഇവിടുന്ന് അടിച്ചുകൊണ്ട് പോയിട്ട് ഇവിടേക്ക് തന്നെ ഗിഫ്റ്റ് അയച്ചു പോലുണ്ടല്ലോ. ഓ, എന്താ ഒരു മാച്ച്. പ്രതാപ, നിന്റെ സ്വഭാവം അല്ല വിശാലിനുള്ളത്. അവന് നിന്നെ പോലെ ക്രിമിനൽ മൈൻഡ് ഒന്നുമില്ല. ചേച്ചി എന്നെ ക്രിമിനൽ എന്ന് വിളിച്ചത് കോമഡിയാണെന്ന് എനിക്കറിയാം. ആ, അതൊക്കെ പോട്ടെ. ചേച്ചിക്ക് ഇപ്പൊ എന്തോ ഒരു ടെൻഷൻ പോലെ. പ്രതാപ, ഞാൻ നിന്നെ വിശ്വസിച്ച് ഒരു കാര്യം പറയാൻ പോവാ. ഗായത്രി മരിക്കുന്നതിന് മുമ്പ് അവള് മോഹിച്ച വളകളായത്. പക്ഷേ അത് ഞാൻ മോഷ്ടിച്ചു. എന്നിട്ടാ എന്നെ ക്രിമിനൽ എന്ന് വിളിച്ചല്ലേ? അല്ല, അതൊക്കെ പോട്ടെ. അന്ന് എന്നോട് അടിച്ചു മാറ്റി പറഞ്ഞ വളയാണോ ഇത്? പയ്യെ പറയടാ, ഞാനെന്താ പൊട്ടിയാണോ? ആരെങ്കിലും കേൾക്കും. കേട്ടാ ആകെ കുഴപ്പമാവും. സോറി. ആ വള തന്നെയാണോ ഈ വള? അതെ. ഇനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. അന്ന് ഈ വള വെച്ചിരുന്ന ബോക്സ് ഉൾപ്പെടെയാ ആരോ അടിച്ചു മാറ്റിയത്. ഗായത്രിയുടെ ആ പഴയ ബോക്സ് കണ്ടെത്തിയാൽ അതിലുണ്ടാവും ആ വള. ആ മാജിക് ബോക്സ് പുറത്തു വന്നതുപോലെ ആ ആഭരണപ്പെട്ടി ഒരിക്കലും പുറത്തു വരാൻ പാടില്ല. പ്രതാപ, ഈ വളകൾ എന്റെ കയ്യിൽ വന്ന 2-ാം നാൾ ഇതിൽ നിന്നൊന്ന് മിസ്സായി. ഞാൻ എവിടെയൊക്കെ നോക്കിയിട്ടും എനിക്കിത് കണ്ടെത്താൻ പറ്റിയില്ല. ആ വളയാണ് വർഷങ്ങൾക്ക് ശേഷം കൊറിയർ രൂപത്തിൽ എന്റെ കയ്യിൽ വന്നിരിക്കുന്നത്. പ്രതാപ, എനിക്കൊരു ഡൗട്ട്. ഇനി എന്നെ കൊടുക്കാനാണോ വിശാലിന്റെ പ്ലാൻ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.